2023 മോഡൽ ഡിസൈർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 47,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 18 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയന്റ് ആണ്. ഇത് 60,000 2011 മോഡൽ റിറ്റ്സ് VDI ആണ്. ഡീസൽ വണ്ടിയാണ്. ഇത് ഏകദേശം 81,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. 100 ആണ്. 2009 മോഡല് 24,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 18 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയന്റ് ആണ്. ഇത് 60,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോപ്പുലർ ട്രൂവാലുണ്ട്. ലൊക്കേഷൻ വരെ തിരുവനന്തപുരം കിള്ളിപ്പാലത്താണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഇതിലോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഗൗരി ഉണ്ട്. ഗൗരി ഫസ്റ്റ് മാരുതി 800 അല്ലേ? അതെ, ഇത് മാരുതി 800 2009 മോഡലാണ്. ഫസ്റ്റ് ഓണർ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് 2029 വരെ പേപ്പറും കാര്യങ്ങളും ലൈവ് ആണ്. ഇപ്പൊ ഇത് 24,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അത്ര ഓടിയിട്ടുള്ളൂ? അതെ, അത്രേ ഉള്ളൂ. ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണോ? സീറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? വേറെ ഒരു പ്രശ്നം, വണ്ടി ഫുൾ കണ്ടീഷൻ ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ എല്ലാം ഗുഡ് ആണ്. അതെ. അപ്പോൾ 24,000 കിലോമീറ്റർ വണ്ടി അല്ലേ? അതെ, 24,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നിലവിൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്. ഇതിന്റെ വില ഏകദേശം 75,000 രൂപ. അതെ അതെ. ഇത് മാരുതി 800 2006 മോഡലാണ്. 81,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഈ വർഷം മാർച്ച് വരെ നിലവില് പേപ്പർ ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ, വണ്ടി ആവറേജ് കണ്ടീഷൻ. ഈ ഡോറൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ അതെ. ആണ് കണ്ടീഷൻ. അപ്പോൾ ഒരു ബഡ്ജറ്റ് മരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഒരു റേഞ്ച് ഏകദേശം വരുന്നത് ഒരു 45,000 രൂപ. അത്രേ ഉള്ളൂ. റേഞ്ച് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. AC വരുന്ന മോഡലല്ലേ? അതെ, AC വർക്കിംഗ് ആണല്ലോ? അതെ അതെ. നെക്സ്റ്റ് റിറ്റ്സ്. അതെ, ഇത് 2011 മോഡൽ റിറ്റ്സ് VDI ആണ്. ഡീസൽ വണ്ടിയാണ്. ഇത് ഏകദേശം 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അതെ. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. VDI ആണ് വേണ്ടത്. അതെ, VDI വേരിയന്റ് ആണ്. ഓക്കേ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അതിനകത്ത് സ്റ്റീരിയോ വരുന്നുണ്ട്. ഫോർഡർ പവർ AC പോസ്റ്റ് ചെയ്തിരിക്കും അല്ലേ? യെസ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? അതെ അതെ, ജെനുവൻ കിലോമീറ്റേഴ്സ് ആണ് നമ്മളെല്ലാം. ഓക്കെ, ടയർ കണ്ടീഷൻ ഗുഡാണ്. ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു 80% ടയർ ഉണ്ട്. അതെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ റേഞ്ച് ഏകദേശം വരുന്നത് 2 ആണ്. 2 ലക്ഷം രൂപ. അതെ, 2 ലക്ഷം. ഇഗ്നിസ് അല്ലേ? എങ്ങനെ? ഇത് 2018 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയന്റ് ആണ്. ഇത് 60,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ടയറൊക്കെ ഒക്കെ നാലെല്ലാം പക്കയാണ്. അതെ അതെ. ഇന്റീരിയർ നോക്കി വേറെ പ്രശ്നമൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഡാമേജ്ഡ് ആണ് കേട്ടോ. അതെ അതെ. ഫോർഡർ പവറിന്റെ AC പോസ്റ്റ് ചെയ്തെങ്കിൽ സോണിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഗൗരി ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 420. 420. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് ഒരു 85% ആണ് ഫണ്ടിങ്. ഓക്കെ, ഇതിന്റെ പ്രൈസ് സൈറ്റ് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ, നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ, 5 ഇയേഴ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫണ്ടിങ് കിട്ടും, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വാഗണർ അല്ലേ? ഇത് 2013 മോഡൽ വാഗണർ VX ആണ്. ഇത് ഏകദേശം 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്താ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, മൈനൂർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ക്ലിയർ ആയി കൊടുക്കുമല്ലോ? ക്ലിയർ, എല്ലാം പക്ക ക്ലിയർ ആക്കി നമ്മൾ ചെയ്തേ കൊടുക്കത്തുള്ളൂ. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്. അതെ, അകത്തുനിന്ന് സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പവറിന്റെ പോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. AC ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 255 ഒക്കെയാണ് വരുന്നത്. 255. അതെ, 255. ഫിനാൻസ് എങ്ങനെ വരും? ഇതിന്റെ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു 75% ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് സാൻഡ്രോ. ഇത് വരുന്നത് സാൻഡ്രോ. ഇത് 2009 സാൻഡ്രോ GLX ആണ്. ഇത് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 ആണ് ഇതിന്റെ റേറ്റ് ഏകദേശം വരുന്നത്. ഓക്കെ, ഇതിപ്പം തേർഡ് ഓണർഷിപ്പ് ആണ്. GLS ആണല്ലേ വരുന്നത്? അതെ, GLX. ഓക്കെ, 2 ഡോർ പവറിന്റെ AC പോസ്റ്റ് വരുന്നുണ്ട്. AC വർക്കിംഗ് ആണോ? AC ഒക്കെ വർക്കിംഗ് ആണ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രശ്നമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. എല്ലാം ഓക്കെയാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 90 ആ റേഞ്ച്. അതെ. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ. അതെ, ഇത് 2023 മോഡൽ ഡിസയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 47,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. വേറെ ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെല്ലാം പക്കയാണ്. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്. സീറ്റ് ഓവർ ചെയ്തോ നീറ്റാണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പവറിന്റെ AC പോസ്റ്ററിംഗ്, സെയിം മോഡ് കൺട്രോൾസ്, എയർ ബാഗ് വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 670 ഒക്കെയാണ്. 670. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ വാറന്റി ഉള്ളതല്ലേ? അല്ല, ഫുൾ വാറന്റി ഉള്ളതാണ്. പിന്നെ 85% നമ്മൾ ഫണ്ടിങ് ഉണ്ട്. പിന്നെ 5 years അഡീഷണൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൗരി നെക്സ്റ്റ് ചെയ്യുവാണല്ലേ? അതെ, ഇത് ഈ 2014 മോഡലാണ്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 78,000 കിലോമീറ്റർ ആണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മൈനർ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. അതെ, ഓക്കെ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾ വണ്ടി കൊടുക്കുമ്പോൾ വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എല്ലാം പക്ക സർവീസ് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ലൈറ്റ്ലി ഡാമേജ് ആണ് കേട്ടോ. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രം അല്ലേ? അതെ. ഓക്കെ. AC വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് ഒരു 155. 155. അപ്പോൾ ഗൗരി നെക്സ്റ്റ് ഓൾട്ടോ 800. ഇത് ഓൾട്ടോ 800 ആണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ നിലവിലായിട്ടുണ്ട്. ഓക്കെ. കമ്പനി സർവീസ് തന്നെയല്ലേ? അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നീറ്റ് ആണോ? അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. ഗൗരിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ റേഞ്ച് വന്നിട്ട് ഒരു 355 ആണ്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ അതെ, ആസ്കിംഗ് പ്രൈസ് ആണ്. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും 6 മാസത്തെ വാറന്റിയും 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസും ഉണ്ട്, 85% തന്നെ ഉണ്ട്. 5 വർഷം ഫണ്ടിങ്. അതെ അതെ ഉണ്ട്. ഗൗരി നെക്സ്റ്റ് ബലനോ. ഇത് ബലനോ 2017 മോഡല് ഡെൽറ്റ വേരിയന്റ് ആണ്. ഇത് 2nd ഓണർഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫുൾ ഷോറൂം സർവീസ് ആണ്. ഫുൾ ഷോറൂം സർവീസ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 70 to 80% ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. അതെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, വാട്ടർ പോയിന്റ് പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, ഡ്യൂ എയർ ബാഗ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? അപ്പോൾ ഗൗരിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ ഒരു റേഞ്ച് വരുന്നത് 535 ആണ്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ, ലാസ്റ്റ്. ഓക്കെ. നമ്മുടെ ഫിനാൻസോ? ഫിനാൻസ് 85% ആണ്. 5 years കിട്ടും അല്ലേ? അതെ.